ഒക്യുപേഷൻ തെറാപ്പി കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒക്യുപേഷൻ തെറാപ്പി കോഴ്സ് എക്സാക്ട്ലി ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സാണ് ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. BOT എന്ന് പറയും. അപ്പോൾ BOT കോഴ്സ് എന്താണ്, ഈ കോഴ്സ് എത്ര വർഷം പഠിക്കണം, ഈ കോഴ്സ് ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുക, ഈ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ ഈ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അയോട്ട, ഓൾ ഇന്ത്യ ഒക്യുപേഷൻ തെറാപ്പി, അതുപോലെ തന്നെ WFOT, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഒക്യുപേഷൻ തെറാപ്പി പോലുള്ള അംഗീകാരങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കോഴ്സ് പഠിക്കാൻ എത്ര കോളേജുകളുണ്ട്, എത്ര സീറ്റുകളുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ അഡ്മിഷൻ, ഏകദേശം എത്ര രൂപ ഈ കോഴ്സ് പഠിക്കാൻ ഫീസ് വരും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ മെയിൻലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒക്യുപേഷൻ തെറാപ്പിയുടെ കംപ്ലീറ്റ് പെർസ്പെക്റ്റീവ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടാനുള്ള ചാൻസ് ഉണ്ട്, കാരണം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒക്യുപേഷൻ തെറാപ്പി കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും, അല്ലെങ്കിൽ ആ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും, അല്ലെങ്കിൽ ആ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാരണം ഇനി ഫ്യൂച്ചറിൽ ഈ കോഴ്സ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കമന്റ് ബോക്സ് നോക്കുന്ന സമയത്ത് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് BOT കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് പെർസ്പെക്റ്റീവ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് 4.5 years ഉള്ള ഒരു കോഴ്സ് ആയിരുന്നു BOT എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ സർക്കുലർ പ്രകാരം ഇത് 5 വർഷത്തെ കോഴ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പല യൂണിവേഴ്സിറ്റികളും പല കോളേജുകളും ഇത് 4.5 വർഷം തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളും ചില കോളേജുകളും ഇത് 5 വർഷത്തോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 4 വർഷത്തെ പഠനവും 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആയിട്ട്. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് NCAHP എന്ന് പറയും. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്ന് പറയും. അതായത് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇവ MBBS പഠിക്കുന്ന കുട്ടികൾക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോർഡ് ഉണ്ട്. ഡെന്റൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. ഫാർമസി പഠിക്കുന്ന കുട്ടികൾക്ക് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് ഉണ്ട്. ഇതേപോലെ അലൈഡ് ഹെൽത്ത് സെക്ടറിൽ വരുന്ന അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഒരു പ്രത്യേക ഒരു ബോർഡോ ഒരു അംഗീകാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ BOT എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോഴ്സിന് അയോട്ട എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ട്, ഓൾ ഇന്ത്യ ഒക്യുപേഷൻ തെറാപ്പി അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിൽ NCAHP എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ വന്നിട്ടുണ്ട്, ഒരു ബോർഡ് വന്നിട്ടുണ്ട്. ഇതിലുള്ള പ്രധാന ഉദ്ദേശം ഇന്ത്യയിലുള്ള വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളുടെ കരിക്കുലം, സിലബസ്, അതിന്റെ അംഗീകാരങ്ങൾ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഇത് പാരാമെഡിക്കൽ കോഴ്സിനായിട്ട് വന്നിട്ടുള്ള ഒരു ബോർഡാണ് NCAHP എന്ന് പറയുന്നത്. ഇത് 2021 ഫോം ആയതാണ്. ഇപ്പൊ 2026 ആയപ്പോഴേക്കും പല കോഴ്സുകളുടെ പുതിയ കരിക്കുലംസും പുതിയ സിലബസിലെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് BOT എന്ന് പറയുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ 4.5 വർഷത്തിൽ നിന്നും അത് 5 വർഷത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ കരിക്കുലം ഇപ്പൊ പല കോളേജുകളും ഫോളോ ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് വരണം. അപ്പോൾ 5 വർഷത്തെ കോഴ്സായിട്ട് നമുക്ക് കൂട്ടാം ഇനി വരുന്ന കാലത്ത്. അപ്പോൾ ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്നത് 4.5 വർഷത്തെ കോഴ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഇനി വരുന്ന കാലത്ത് അത് ചിലപ്പോൾ 5 വർഷം കൊണ്ടായിരിക്കും നമ്മൾ പഠിച്ചിറങ്ങേണ്ടി വരിക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 4 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും. അപ്പോൾ മെയിൻലി +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഈ കോഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുമ്പോൾ മിനിമം 50% മാർക്ക് എലിജിബിൾ ആയ കുട്ടികൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരുടെ വെബ്സൈറ്റിലെ ഇവരുടെ പ്രോസ്പെക്ടസ് പരിശോധിക്കുന്ന സമയത്ത് ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സിന് NCAHPയുടെ പ്രോസ്പെക്ടസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇനി വരാൻ പോകുന്ന കാലത്ത് നീറ്റ് എലിജിബിൾ ആയ കുട്ടികൾക്കായിരിക്കും
ഈ BOT എന്ന് പറയുന്ന കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക. അത് ഇതുവരെയായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ കേരളത്തിലാണെങ്കിലും LBS വഴിയാണ്, കേരളത്തിന് പുറത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്നുണ്ടെങ്കിലും അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് ത്രൂ ഒക്കെയാണ് അഡ്മിഷൻസ് എടുക്കുന്നത്. അതിലോട്ട് ഞാൻ പിന്നെ വരാം. മേ ബി ചിലപ്പോൾ നീറ്റിന്റെ അണ്ടറിലോട്ട് ആക്കാം. കാരണം ഇത് 100% പ്രാബല്യത്തിലായിട്ടില്ല. പക്ഷെ പുതിയ കരിക്കുലം കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ഫോളോ ചെയ്യാം. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് NCA HP എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് BOT കോഴ്സിൽ പഠിക്കാനുള്ളത്? സിലബസ് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. BOT എന്ന് പറയുന്ന കോഴ്സ് 5 വർഷം ഡ്യൂറേഷൻ വരുന്ന കോഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ജോബ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രാക്ടീസിങ് കരിയർ ആണ്. പ്രാക്ടീസിങ് കരിയർ എന്ന് പറയുമ്പോൾ MBBS BDS പോലെ തന്നെ പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സ്കില്ലും നമ്മുടെ ഹയർ എഡ്യൂക്കേഷനും നമ്മുടെ പൊട്ടൻഷ്യൽ, പഠിക്കുന്ന കുട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള പൊട്ടൻഷ്യലൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്കിതിൽ നല്ല നിലയിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതായത് ഒരു പ്രാക്ടീസിങ് കരിയർ, എക്സ്പീരിയൻസ് കൂടുന്തോറും ഇതിനുള്ള സാധ്യതകളും നമ്മുടെ നോളജും നമ്മുടെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ലൈക്ക് MBBS വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ BOT കോഴ്സ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. BOT കോഴ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബുദ്ധിമാന്ദ്യമുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ജന്മന വൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്ക് ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മളൊക്കെ സ്ഥിരം ചെയ്യുന്ന പല്ല് തേക്കുക, കുളിക്കുക, ഷേവ് ചെയ്യുക പോലുള്ള പല ആക്ടിവിറ്റീസും ഇവർക്ക് വലുതായി കഴിഞ്ഞാലും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഇപ്പോൾ 18 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും അയാൾക്ക് ചിലപ്പോൾ 2-3 വയസ്സുള്ള കുട്ടിയുടെ ഒരു ബുദ്ധിശക്തി ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമ്മൾ സ്പെഷ്യൽ ചിൽഡ്രൻസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ കൃത്യമായിട്ട് അവരെ മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും, ഒക്യുപേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലികൾ, ദൈനംദിന ജീവിതത്തിൽ അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന പല ആക്ടിവിറ്റീസും ടൈം എടുത്തിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒക്യുപേഷൻ തെറാപ്പിയുടെ ജോബ്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പല ജോലികളും ഉണ്ട്. കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ സ്ട്രോക്കോ കാര്യങ്ങളോ വന്ന് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒക്യുപേഷൻസ് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ജീരിയാട്രിക് പേഷ്യൻസ്, പ്രായം കൊണ്ട് പല ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സിലബസിലൂടെയാണ്. അപ്പോൾ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ജോബ് നോക്കുന്ന സമയത്ത് ഒരു ഹ്യൂമൻ ബോഡിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഞാൻ സിലബസ് ഞാൻ പറയുന്ന സമയത്ത് സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് കാണാനും മനസ്സിലാക്കാനും പറ്റും. അതായത് ഫസ്റ്റ് ഇയർ നമുക്ക് എന്തായാലും ഹ്യൂമൻ അനാട്ടമി പഠിക്കാനുണ്ടാവും, ഹ്യൂമൻ ഫിസിയോളജി പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ബയോ കെമിസ്ട്രി, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഓഫ് OT, ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയും, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ സയൻസ് ആണ് ഫസ്റ്റ് ഇയർ പഠിക്കാനുണ്ടാവുക. ഞാൻ ഈ പറയുന്ന സിലബസ് ഒക്കെ NCA HP വെബ്സൈറ്റിൽ നോക്കിയിട്ടാണ് പറയുന്നത്. പുതിയ സിലബസ് ഇതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ BOTയിൽ പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് ഫാർമക്കോളജി പഠിക്കാണ്ട്, പാത്തോളജി ആൻഡ് മൈക്രോബയോളജി, സൈക്കോളജി, OT ഡയഗ്നോസിസ് ആൻഡ് പ്രാക്ടീസ്, അതിന്റെ 1ഉം 2 രണ്ട് പേപ്പർ ഉണ്ട്, ബയോ മെക്കാനിക്സ്, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ആൻഡ് എമർജൻസി, കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളാണ് സെക്കൻഡ് ഇയർ പഠിക്കാനുണ്ടാവുക. ഇനി തേർഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് മെഡിസിൻ ആൻഡ് കാർഡിയോവാസ്കുലർ മെഡിസിൻ, അതുപോലെ തന്നെ ന്യൂറോളജി, പീഡിയാട്രിക്സ്, ഒക്യുപേഷൻ തെറാപ്പി ഇൻ മെഡിക്കൽ കണ്ടീഷൻ, ഫിസിയോളജി, എർഗണോമിക്സ്, സർജറി ആൻഡ് ഓർത്തോപീഡിക്സ്, സൈക്യാട്രി, ഒക്യുപേഷൻ തെറാപ്പി ഇൻ സർജിക്കൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിറ്റിക്സ് ആണ് തേർഡ് ഇയറിൽ പഠിക്കാനുണ്ടാവുക. ഇനി ഫോർത്ത് ഇയറിലോട്ട് വരുന്ന സമയത്ത് ഒക്യുപേഷൻ തെറാപ്പി ഇൻ മസ്കുലോസ്കെലറ്റൻ കണ്ടീഷൻ, ഒക്യുപേഷൻ തെറാപ്പി സർവീസസ് ആൻഡ് മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സോഷ്യോളജി, ഒക്യുപേഷൻ തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ, കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ളത്, ഒക്യുപേഷൻ തെറാപ്പി പ്രാക്ടീസ് ഇൻ സൈക്യാട്രി, ഒക്യുപേഷൻ തെറാപ്പി ഇൻ പീഡിയാട്രിക് കണ്ടീഷൻസ്, ഒക്യുപേഷൻ തെറാപ്പി ഇൻ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് പോലുള്ള സബ്ജക്റ്റുകളാണ് ഫോർത്ത് ഇയറിൽ പഠിക്കാനുണ്ടാവുക. അപ്പോൾ ഈ സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അതായത് ഒരു ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആസ്പെക്ട്സ് പഠിക്കാനുണ്ടാവും. അവരുടെ ന്യൂറോളജിക്കൽ സബ്ജക്ട്, മസ്കുലോസ്കെലറ്റൻ സബ്ജക്റ്റുകൾ, അതായത് നമുക്ക് ന്യൂറോളജി എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്ദ്യം കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മസ്കുലോസ്കെലറ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സ്ട്രോക്ക് വരുന്ന സമയത്ത് അത് ട്രീറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് മസ്കുലോസ്കെലറ്റൻ എന്ന് പറയുന്നത്. ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത് എല്ലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരിക. പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ
വളരെ ഡീപ്പായിട്ട് പഠിച്ച് ഇങ്ങനത്തെ പേഷ്യൻസിന് കൃത്യമായിട്ട് തെറാപ്പി കൊടുത്ത് അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഇതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സ്കോപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന കാലത്ത് അനന്തമായിട്ടുള്ള സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കോപ്പിന്റെ കാര്യം. സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി ബേസ് ചെയ്യും. നമ്മൾ പഠിച്ചിറങ്ങി എന്ന് കരുതി നമുക്ക് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. അതായത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലേസ്മെന്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടും. അപ്പോൾ ഞാൻ സ്കോപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതുപോലെ തന്നെ ഗവൺമെന്റ് നടത്തുന്ന പ്രൊജക്ടുകൾ, ഇങ്ങനത്തെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസിൽ വർക്ക് ചെയ്യാൻ പറ്റും ഒക്യുപേഷൻ തെറാപ്പിസ്റ്റിന്. രണ്ടെന്ന് പറയുന്നത് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ NGOസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. 3 ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാൻ പറ്റും, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒക്യുപേഷൻ തെറാപ്പി. നമ്മൾ ഡെന്റൽ ക്ലിനിക്ക് ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു സ്കോപ്പാണ് സ്കൂളുകൾ. സ്പെഷ്യൽ സ്കൂളുകളിലും ഇനിയിപ്പോൾ വലിയ വലിയ സ്കൂളുകളിലും വലിയ വലിയ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തോട്ടേക്ക് ലോകത്തെ എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BOT എന്ന് പറയുന്ന കോഴ്സ്, ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സ്. അപ്പൊ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോപ്പ് ഉണ്ട്. ഇതാണ് സ്കോപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞാ, ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒരുപാട് കുട്ടികള് അംഗീകാരങ്ങൾ ഇല്ലാത്ത കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള നെഗറ്റീവ് എന്താ അറിയോ, ഇപ്പൊ നിലവിൽ കേരളത്തിൽ ഈ കോഴ്സിന് 3 കോളേജേ ഉള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് നിഷ് തിരുവനന്തപുരം, 2 എന്ന് പറയുന്നത് നിപ്മർ തൃശ്ശൂര്. 2 കോളേജിനും WFOT അപ്രൂവൽ ഉണ്ട്. 3 എന്ന് പറയുന്നത് KMCT കോളേജാണ് മുക്കത്ത് വരുന്നത്. അപ്പോൾ ഈ 3 കോളേജുകളിലായിട്ട് ഓരോ കോളേജുകളിലും 20 കുട്ടികളെ പഠിക്കുന്നുള്ളൂ. കേരളത്തിൽ ടോട്ടൽ 60 കുട്ടികൾക്കേ ഈ കോഴ്സിനുള്ള സ്കോപ്പ് ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിന്റെ അകത്തുനിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സാധ്യതകൾ കൂടുതലാണ്. കാരണം നമ്മൾ എങ്ങനെ പറയാം, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്പർ ഓഫ് കുട്ടികൾ പഠിക്കുന്നത് കുറവും വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി കൂടുതലുമാണ്. അതുകൊണ്ട് കേരളത്തിന് അകത്തുള്ള കുട്ടികൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100% ജോബ് കിട്ടും. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 50K എബോവ് ഇതിന് കിട്ടുന്നുണ്ട് നിലവിൽ. അപ്പോ ഇതിന്റെ സ്കോപ്പും ഇതിന്റെ സാധ്യതകളും ഈ അടുത്ത് ഇപ്പൊ യൂട്യൂബും കാര്യങ്ങളും അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ചുകളൊക്കെ കൂടി ആൾക്കാരുടെ മൗത്ത് പബ്ലിസിറ്റി കൂടിയ സമയത്ത് ഒരുപാട് കോളേജുകൾ കേരളത്തിന് പുറത്ത് വന്നിട്ടുണ്ട്. അത് കർണാടകത്തിലാണെന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് BOT കോളേജുകൾ പുതിയ അംഗീകാരം എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കോളേജുകളിൽ പഠിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ബെറ്റർ കോളേജുകളിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും നോക്കണം. കാരണം കേരളത്തിലാകെ 3 കോളേജുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുട്ടികൾ ഇപ്പൊ നമ്മളെ തന്നെ ഡെയിലി കോൺടാക്ട് ചെയ്യുന്ന കേരളത്തിന് പുറത്ത് ഏതാ ബെസ്റ്റ് കോളേജ് ഉള്ളതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും കർണാടകത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് കോളേജുകൾ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കോളേജുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് WFOTയുടെ അപ്രൂവൽ ഉണ്ടോ, അയോട്ട അംഗീകരിച്ചിട്ടുള്ള കോളേജ് ആണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതൊന്നും ഇല്ലാന്ന്, ഇപ്പൊ KMCT എന്ന് പറയുന്ന കേരളത്തിലെ കോളേജാണ്, അവിടെ WFOTയുടെ അപ്രൂവൽ ഒന്നും ഇല്ല. അപ്പൊ അത് ഫ്യൂച്ചറിൽ വരും. അതിന് ഓരോ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ട് ഞാൻ വരാം. അത് WFOTയുടെ വെബ്സൈറ്റിൽ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലോട്ട് ഞാൻ വരാം. WFOT, അയോട്ട അതുപോലെ തന്നെ NCHPനെ കുറിച്ചൊരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, സ്കോപ്പ് എന്ന് പറയുന്നത് പുതുതായിട്ട് വന്ന കോളേജുകളിലോ അല്ലെങ്കിൽ അംഗീകാരമില്ല ഫേക്ക് കോളേജുകളുണ്ട്. അതായത് ഇപ്പോ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിൽ വന്ന് BOT പഠിപ്പിക്കുന്നു. എന്നിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. എന്നിട്ട് ആ കോളേജുകളിൽ പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയി എക്സാം എഴുതുന്നു. അത് ഒരു ഇറഗുലർ മോഡൊക്കെ ആയിട്ട് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ജോബ് കിട്ടാനും ഇതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇത് എത്രത്തോളം താല്പര്യമുണ്ട്, താല്പര്യമുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. MOT ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റിയും ഇതിന്റെ ഒരു സ്കോപ്പാണ്, നമുക്ക് അങ്ങനെ കാണാം. കാരണം BOT കഴിഞ്ഞതിന് ശേഷം MOT മാസ്റ്റർ ഓഫ് ഒക്യുപേഷൻ തെറാപ്പിയിൽ നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ താല്പര്യമില്ലാത്ത ഒരു കുട്ടീനെ എത്ര സ്കോപ്പുള്ള കോഴ്സ് പഠിപ്പിച്ചിട്ടും കാര്യമില്ല.
അതിനോട് താല്പര്യം വേണം. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം, സ്കോപ്പ് ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും BOT എടുക്കരുത്. കാരണം BOT പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സ്കിൽ സെറ്റുകൾ വേണം. അതായത് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന പേഷ്യൻസിന്റെ ബിഹേവിയർ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, അതായത് ഒരു കേസ്, അതായത് നിങ്ങളിപ്പോൾ ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യന്റ് ഒരു ബുദ്ധിമാന്ദ്യം ഉള്ള ഒരു കുട്ടീനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു 10-24 വയസ്സുള്ള ഒരു കുട്ടീനെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ടുള്ള പല ആക്ടിവിറ്റീസും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലൊന്നും അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കുകളും അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളിലും ആയിരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ അവരൊരു അടി അടിക്കുകയാണ്, അവർക്ക് അറിയില്ലല്ലോ നമ്മളെ തല്ലുകയാണോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാതെ അവരൊരു അടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് പെയിൻഫുൾ ആയി തോന്നാം. ഇങ്ങനെ പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇത് ഞാൻ വളരെ ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം ഈ കോഴ്സിലോട്ട് പോകാൻ. ഇപ്പൊ ഈ കോഴ്സ് പഠിച്ചിറങ്ങി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊന്ന് കമന്റ് ചെയ്യാം. നല്ല ക്ഷമ വേണം. അപ്പോൾ ഇത് എപ്പോഴും നിരന്തരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതായത് ലൈഫ് ലോങ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഇതിലുള്ള ഓരോ അപ്ഡേറ്റ്, ഡോക്ടർമാരെ പോലെ തന്നെ ഇപ്പൊ MBBS കഴിഞ്ഞ് ഇതിന്റെ പഠനം നിൽക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്തോറും ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കുട്ടികൾക്ക് ഇത് പറ്റുള്ളൂ. മൾട്ടി ഡിസിപ്ലിനറി ടീമിനെ കുറിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ മെന്ററിങ് ക്വാളിറ്റി ഒക്കെ വേണം. അപ്പൊ സ്കിൽ സെറ്റുകൾ നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. നമുക്ക് ഇതിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഇത് വെറുതെ പഠിച്ചിട്ട് ഒരു കാര്യമല്ല. കാരണം ഇതിന് വേണ്ട സ്കില്ല് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഈ കോഴ്സ് പഠിക്കാൻ നമുക്ക് ഏതൊക്കെ കോളേജുകളുണ്ട്. കോളേജസിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ നിരന്തരം വിളിച്ച് ചോദിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കൂടി ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ കോളേജുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് WFOT എന്ന് പറയുന്ന ഒരു അംഗീകാരത്തെ കുറിച്ചിട്ടാണ്. WFOT എന്ന് പറയുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയും. അതായത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു ഒക്യുപേഷൻ തെറാപ്പി അസോസിയേഷൻ ഉണ്ടാവും. ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അയോട്ട എന്ന് പറയും, ഓൾ ഇന്ത്യ ഒക്യുപേഷൻ തെറാപ്പി അസോസിയേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഓൾ ഇന്ത്യ ഒക്യുപേഷൻ തെറാപ്പി അസോസിയേഷൻ മാത്രമാണ് ഇന്ത്യയിൽ നിന്നും WFOTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിനിമം അയോട്ട അംഗീകരിച്ചിട്ടുള്ള ഒരു കോളേജിൽ വേണം നമ്മൾ BOT പഠിക്കാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് WFOTയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് WFOTയിൽ ഓരോ ഇൻഡിവിജ്വൽസും മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ WFOTയുടെ വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത് 6,80,000 ഒക്യുപേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ആഫ്റ്റർ BOT. അപ്പോൾ ഇന്ത്യയിലുള്ള WFOTയുടെ അണ്ടറിൽ വരുന്ന ഇന്ത്യയിലെ ഓർഗനൈസേഷൻ ആണ് അയോട്ട എന്നുള്ളത്. അതായത് അയോട്ടയുടെ വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനിത് സ്ക്രീനിൽ കൊടുക്കാം. അത് മെയ് 21, 2026 ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയിലുള്ള ഒരു കോളേജുകളിൽ നിന്നും ഇനി പുതിയ കോളേജുകൾക്ക് അയോട്ട അംഗീകാരം കൊടുക്കുന്നതല്ല, അത് നിർത്തലാക്കി. കാരണം NCAHP എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബോർഡ് വന്നതുകൊണ്ട് ഇനി വരുന്ന കാര്യങ്ങളൊക്കെ അവരായിരിക്കും നിയന്ത്രിക്കുന്നത്. അപ്പൊ നിലവിലുള്ള അയോട്ട അംഗീകരിച്ചിട്ടുള്ള കോളേജുകൾക്ക് അതിന്റെ വാലിഡിറ്റി അതിനുണ്ടാവും. അത് ഇനിയിപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയോ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് അതുവരെ അത് അവർക്ക് ഉപയോഗിക്കാം, അയോട്ട അപ്രൂവൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ IOTR എന്ന് പറയും, ഇന്ത്യൻ ഒക്യുപേഷൻ തെറാപ്പി രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും നിർത്തലാക്കി അയോട്ട. അപ്പോ ഇതിനുള്ള കാരണം NCHP ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ NCHP എന്ന് പറയുന്നത് ഒരു കേന്ദ്രത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു ബോർഡാണ്. അപ്പോൾ അതില് ആണ് ഇനി വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരിക. പക്ഷെ WFOT അതേപോലെ അവിടെ ഉണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അയോട്ടയുടെയും WFOTയുടെയും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ WFOT ഇനി വരാൻ പോകുന്ന കാലത്ത് WFOT അംഗീകരിച്ചിട്ടുള്ള കോളേജുകൾ മാക്സിമം നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇല്ലെങ്കിൽ പോലും അയോട്ടയിൽ രജിസ്റ്റർ ആയിട്ടുള്ള കോളേജുകളിൽ എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അയോട്ട എന്ന് പറയുന്ന പുതിയ കോളേജുകൾക്ക് ഇനി എന്തായാലും അയോട്ട കൊടുക്കുന്നില്ല എന്നാണ് അയോട്ടയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. ഇനി NCAHPയുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇനി അവരായിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്.
അപ്പോൾ നിലവിൽ WFOTയുടെ വെബ്സൈറ്റിൽ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫേം അയോട്ട എന്നാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് WFOT അംഗീകരിച്ചിട്ടുള്ള കോളേജുകളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് എവിടെ പോയാലും നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും. WFOT എന്ന് പറയുന്നത് കോളേജുകൾക്ക് കൊടുക്കുന്ന അക്രിഡേഷൻ ആണ്. അപ്പോൾ അതായത് ഈ ലോകത്തുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ കൺട്രീസിലും ഉള്ള കോളേജുകൾ അവർ അംഗീകരിച്ചിട്ടുള്ള കോളേജുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അപ്രൂവൽ കിട്ടാന്ന് എങ്ങനെയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്റർനാഷണൽ അവരുടെ കരിക്കുലം കാര്യങ്ങൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജ് ആയിരിക്കണം. അവർ പറയുന്ന പോലത്തെ ഫാക്കൽറ്റീസ് പഠിപ്പിക്കണം, അതിന് വേണ്ട എക്യുപ്മെന്റ്സ് വേണം, അതിന് വേണ്ട സ്റ്റുഡൻസ് വേണം. അപ്പോൾ പുതിയ കോളേജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷം കൊണ്ട് WFOT അപ്രൂവൽ ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ WFOT അപ്രൂവൽ ആ കോളേജുകൾക്ക് വരാം. അത് ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് 2-3 വർഷത്തിന്റെ ഇടയിൽ വരുന്ന ഇൻസ്പെക്ഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ WFOTനെ കുറിച്ചിട്ടും അയോട്ടനെ കുറിച്ചിട്ടും പുതിയ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടി പോകും, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി കോളേജുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. കോളേജ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ 2 കോളേജിലെ WFOT അംഗീകാരമുള്ളൂ. കേരളത്തിൽ ടോട്ടൽ 3 കോളേജിലെ BOT പഠിപ്പിക്കുന്നുള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് KMCT മുക്കം. KMCT മുക്കത്തിൽ BOT ഉണ്ട്, പക്ഷെ WFOTയുടെ അപ്രൂവൽ നിലവിലില്ല, ഭാവിയിൽ വരാം. ഇനി 2 കോളേജുകൾ എന്ന് പറയുന്നത് നിഷ്, നിപ്മർ. നിഷ് വരുന്നത് തിരുവനന്തപുരം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രിവാൻഡ്രം. അതുപോലെ തന്നെ നിപ്മർ വരുന്നത് തൃശ്ശൂരാണ്. ഈ 2 കോളേജിലും ഈ 3 കോളേജിലും 20 സീറ്റ് വെച്ചിട്ടാണുള്ളത്. നിഷിലും നിപ്മറിലും WFOT അപ്രൂവൽ ഉണ്ട്. ഇനി കർണാടകയിലോട്ട് വരുന്ന സമയത്ത് മൈസൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് JSS ഹോസ്പിറ്റൽ. JSS ഹോസ്പിറ്റലിൽ WFOTയുടെ അപ്രൂവൽ ഉണ്ട്. അതുപോലെ വരുന്ന മറ്റൊരു കോളേജാണ് മൈസൂരിലുള്ള ഹെറിറ്റേജ് സിറ്റി, അവിടെയും WFOTയുടെ അപ്രൂവൽ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ബാംഗ്ലൂരിലോട്ട് വരുന്ന സമയത്ത് ആചാര്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയും നിലവിൽ WFOTയുടെ അപ്രൂവൽ ഉണ്ട്. അതുപോലെ തന്നെ മണിപ്പാലിലും WFOT അപ്രൂവൽ ഉണ്ട്. മണിപ്പാലിലാണ് വരുന്നത്. അതായത് മംഗലാപുരത്തിന്റെ തൊട്ട് മേലെ മണിപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് മണിപ്പാൽ വരുന്നത്. അവിടെയും WFOT അപ്രൂവൽ ഉണ്ട്. അപ്പോൾ കേരളത്തിലെ 2 കോളേജും കർണാടകത്തിൽ 4 കോളേജും. ഏറ്റവും കൂടുതൽ കോളേജുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഏരിയയിൽ നോക്കുന്ന സമയത്ത് ശ്രീ അഭിരാമി കോളേജിൽ WFOT അപ്രൂവൽ ഉണ്ട്. KMCH കോളേജിൽ WFOT അപ്രൂവൽ ഉണ്ട്. സേലത്തുള്ള JKK മുനിരാജ കോളേജിൽ WFOT അപ്രൂവൽ ഉണ്ട്. SRM തിരുച്ചിറപ്പള്ളി ക്യാമ്പസിൽ WFOT അപ്രൂവൽ ഉണ്ട്. SRM മെയിൻ മെഡിക്കൽ കോളേജ് ചെന്നൈ, അവിടെയും WFOT അപ്രൂവൽ ഉണ്ട്. മീനാക്ഷി കോളേജിൽ WFOT അപ്രൂവൽ ഉണ്ട്. ചെട്ടിനാട് വരുന്നത് കേളമ്പക്കം ക്യാമ്പസിൽ ശ്രീ രാമചന്ദ്ര മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. സവിത മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് CMC വെല്ലൂർ. ഇങ്ങനെ 10ഓളം സ്ഥാപനങ്ങളിൽ WFOT അപ്രൂവൽ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. WFOTയുടെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം, അതിലൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇനി കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്, BOT കോഴ്സിന് അഡ്മിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സേ ഉള്ളൂ. LBS വഴിയാണ് BOTക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. 97, 98, 99, 100% പൊതുവെ 100% മാർക്കുള്ള കുട്ടികൾക്കാണ് പൊതുവെ ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടാറുള്ളത്, WFOT അംഗീകരിച്ചിട്ടുള്ള കോളേജുകളിൽ. ഇനി കേരളത്തിന് പുറത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ മണിപ്പാൽ, JSS അല്ലെങ്കിൽ ഹെറിറ്റേജ് സിറ്റി, ഞാൻ ഈ പറഞ്ഞ കോളേജുകളിലൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റുകളും കാര്യങ്ങളും കോളേജുകളുടെ ഇൻഫോർമേഷൻസും ഫീസ് സ്ട്രക്ചേഴ്സും ഇങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ BOTനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എനിത്തിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ എൻക്വയറി ഇടാവുന്നതാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്നും വിദഗ്ധ കൗൺസിലേഴ്സ് നിങ്ങളുടെ എൻക്വയറി സോൾവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.